ഹലോ ഗൈസ്, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ഒക്കെ തുടങ്ങി കാണും അല്ലെ. അപ്പോൾ ഈ ഓണത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടി തലസ്ഥാന നഗരത്തിൽ ഒരു അടിപൊളി അണ്ടർ വാട്ടർ അക്വാ ടണലാണ് വന്നിട്ടിരിക്കുന്നത്. കഴക്കൂട്ടം ലുലുമാളിനടുത്താണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. എല്ലാവർക്കും നേരത്തെ അറിഞ്ഞു കാണുമല്ലോ. എന്നിരുന്നാലും അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പെറ്റ്സ് ലൈഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ശംഖു ആണെങ്കിൽ ഇതിന്റെ ഒരു റീല് കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടതിന് ശേഷം ഒരു ശരണവും തരാതെ കരച്ചിലായിരുന്നു. പിന്നെ കുഞ്ഞല്ലേ, ഒന്നും നോക്കിയില്ല, ഞങ്ങളും വെച്ച് വിട്ടു വേൾഡ് മാർക്കറ്റിലേക്ക്. അവിടെ വന്നിട്ട് ടിക്കറ്റിന്റെ നിരക്ക് വന്നിട്ട് ഒരാൾക്ക് 120 രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ 240 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് 3 പേര് അകത്ത് കയറി കണ്ട കാഴ്ച അതിമനോഹരം. മോനെ സംബന്ധിച്ചിടത്തോളം ഫിഷ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. നമ്മളിത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഒരു സൈഡ് വന്നിട്ട് നോർമൽ അക്വേറിയവും അടുത്ത സൈഡിൽ ടണൽ അക്വേറിയാണ്. അപ്പൊ ഇതിൽ വന്നിട്ട് ചില പേരുകളൊന്നും കറക്റ്റ് ഒന്നും അല്ല, എന്നിരുന്നാലും അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഓസ്കാർ ആണ്. അപ്പോൾ ഓസ്കാറിന്റെ ഒത്തിരി കളക്ഷൻസ് ഇതുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു അടിപൊളി എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. ഞങ്ങൾ നോക്കി നിന്ന് പോയി കേട്ടോ. എന്റെ സൈസ് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒത്തിരി ഫിഷുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അടുത്ത് ഞങ്ങൾ കണ്ടത് ടൈഗർ ഫിഷ് ആട്ടോ. അടിപൊളി ടൈഗർ ഫിഷ് ഒത്തിരി ഉണ്ട്. ഒന്നും രണ്ടോ ഒന്നുമല്ല, നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ 2 കളറിലുള്ളത് കണ്ടത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ ടൈഗർ ഫിഷ് വന്നിട്ട്. ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ ആ കല്ലുകളുടെ അറേഞ്ച്മെന്റ്സും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും, അത് കൂടാണ്ട് തന്നെ എക്സ്പെഷ്യലി ആ ലൈറ്റിങ്ങും, അതൊക്കെ നല്ല ഭംഗിയാട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇത്രയും ഫിഷുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. അടുത്ത് നമ്മൾ കണ്ടത് വൈറ്റ് ഓസ്കാർ ആട്ടോ. ഇവിടെ ലേബലൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോ എന്താ പറയാ, നല്ല ഒത്തിരി കളക്ഷൻ ഉണ്ട് കണ്ടോ. സ്ക്രീനിൽ നമ്മൾ കണ്ടില്ലേ എത്ര എണ്ണാണ്, 1 2 ഒന്നും അല്ല, അധികം ഉണ്ട്. നല്ല ഭംഗി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, മറ്റാരുമല്ല, നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് മിക്ക അക്വേറിയത്തിലും കാണുന്നതാണ്. എന്നിരുന്നാലും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. കളറിൽ വ്യത്യാസമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഏഞ്ചൽ ഫിഷുകളാണ്. അടുത്തത് വന്നിട്ട് ഗൗറാമി ഫിഷ് ആണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മൗറാമി എന്നാണ്. ചെറിയ എന്തോ ഒരു സ്പെല്ലിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ അത് കണ്ടില്ല, അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല വൈറ്റ് കളറിലാണ്. ഇതും നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഈ അക്വേറിയത്തിന്റെ പ്രധാന ഭാഗമായ ടണൽ അക്വേറിയത്തിലാണ്. ഒരു അടിപൊളി എൻട്രൻസ് ആട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്. കയറുമ്പോൾ തന്നെ കണ്ടില്ലേ ഫിഷുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ പോകുന്ന എന്ത് സൈസാണ്. ഇവിടെ വന്നിട്ട് അരാപ്പയ്മയുടെ അലിഗേറിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കാണുന്ന പോലെ നല്ല വലിയൊരു സൈസാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് കൂടാണ്ട് തന്നെ അതിന്റെ ലൈറ്റിങ്ങും അതിന്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ വളരെയധികം ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. മുന്നോട്ട് പോകുന്നതോറും ഓരോ കളക്ഷൻ ആയിട്ടുള്ള ഫിഷുകളുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ശംഖു ആണെങ്കിൽ ഒരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. ഏത് കാണണം നോക്കിയിട്ട് ഇടില്ല. ഇത് കണ്ടോ, അലിഗേറ്ററിന്റെ വലിയൊരു സൈസ്. എത്ര എണ്ണാന്ന് നോക്കിക്കേ. നമുക്ക് ഈ സൈഡ് കണ്ടായിരുന്നോ, ഷാർക്കിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഒത്തിരി ഉണ്ട്. ഷാർക്ക് കണ്ടോ,
ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ? ഒത്തിരി ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. പക്ഷെ ഈ ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഒത്തിരി കണ്ടായിരുന്നേ. അടുത്ത് നമ്മൾ ഈ കാണുന്ന കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കാർപ്പ്. അപ്പോ കോഴിക്കാർപ്പിന്റെ ഒത്തിരി ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാ, അതിന്റെ കൂടെ ഒരു നീല കളർ ലൈറ്റ് ഒക്കെ വന്നപ്പോ. ഇത് കണ്ടോ സക്കറ്, ഇതാ നോക്കി എന്ത് ഭംഗിയാന്ന്. ലൈവായിട്ട് കിട്ടി കേട്ടോ ഒരു വീഡിയോ. ഇതാ വീണ്ടും നമ്മൾ കോഴിക്കാർപ്പിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നമുക്ക് മാറാൻ തോന്നിയില്ല കേട്ടോ. ശംഖു പിന്നെയും ഞങ്ങളെ വലിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി. അപ്പൊ വീണ്ടും പിന്നെ അതിനെയും കൂടെ ഒരു കൊള്ളൊന്ന് ഷൂട്ട് ചെയ്ത് കേട്ടോ. അടുത്ത് നോക്കിയേ, അടുത്ത് ട്രക്ടർ കേട്ടോ. അതോ കണ്ടോ എന്ത് മാത്രം നോക്കിയേ, ഓരോ കളറിലും മിന്നി മിന്നി ഇതാ പോകുന്നുണ്ടോ. ഒരു രസം തന്നെ കേട്ടോ കണ്ടോണ്ട് നിൽക്കാനായിട്ട്. നല്ല ഭംഗിയാ എല്ലാം ഒന്ന് കണ്ടുവരാനായിട്ട്. കണ്ടോ ഓരോ കളറിലായിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ തിരക്കിലാ. ഇത് വന്നിട്ട് ടിൻഫോയിൽ ബാർബർ എന്നാണ് എഴുതിക്കുന്നത്. എനിക്ക് എന്റെ കൃത്യമായിട്ട് പേര് അറിയില്ല. അപ്പോൾ അറിയുന്നവർ കമന്റ് ചെയ്ത് കേട്ടോ. അത് കൊണ്ടത് കണ്ടോ ഒത്തിരി ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല ഭംഗിയാ കാണാന്. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലോ, എന്താണത്, ബ്ലാക്ക് മോളി. അപ്പോൾ ഇതും അത് കണ്ടോ കുറെ ഉണ്ട് കാണാനായിട്ട്. നല്ല അറേഞ്ച്മെന്റ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഇത് വന്നിട്ട് സീബ്ര തിലോപ്പിയ കേട്ടോ. കണ്ടോ എല്ലാവർക്കും അറിയായിരിക്കും, എന്നിരുന്നാലും ഇതും ഒത്തിരി ഉണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട് അതിന്റെ, ചെറുതും വലുതും ആയിട്ട് ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. നമ്മൾ ഇവിടെ കണ്ടിറങ്ങി ഇനി നമ്മൾ പോകുന്നത് സ്റ്റോളിലേക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഒത്തിരി സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻസി ഐറ്റംസ് വാങ്ങാനായാലും ടോയ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അധികം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, പെട്ടെന്ന് നമ്മൾ പോവാണ്. ഇവിടെ കുറേ ബുക്സിന്റെ സ്റ്റോളാട്ടോ, നമ്മളിത് കാണുന്നില്ലേ. പിന്നെ ഇത് വന്നിട്ടുണ്ടോ മിഠായിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെയും സ്റ്റോളുകളുണ്ട്. കുറേ സ്റ്റോളുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഞങ്ങളിവിടെ അധിക സമയം അവൻ നിർത്താൻ സമ്മതിച്ചില്ല. പെറ്റ് ഷോ കാണണം കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പെറ്റ് ഷോയുടെ അടുത്താണ്. അപ്പൊ അവിടുത്തെ എൻട്രൻസ് എന്നുകൊണ്ട് ഈ രീതിയിലാട്ടോ അവർ ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത ലവ് ബേർഡ്സിന്റെ ഒരു കളക്ഷൻസ് ഈ കൂട്ടിലാക്കിയിട്ട് അവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഇതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ആരുടെ അടുത്താണ്, അടിപൊളി ഇഗ്വാന ഉണ്ടോ കിടക്കുന്ന, ഒരു രക്ഷയില്ല പിള്ളേരെ, നല്ല ഭംഗിയെ കാണാൻ. ശംഖുവിനാണെങ്കിൽ ഒരു പേടി ഇതാട്ടോ. ശംഖു
അങ്ങനെ ഒരു പേടിയില്ല, എന്നെ ടച്ച് ചെയ്യാനായിരുന്നാലും എൻ്റെ അടുത്ത് പോകാനും ഒരു പേടിയില്ല. അപ്പൊ ഇവിടുത്തെ എൻട്രൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ 30 രൂപയാണ്. നമുക്ക് 5 വയസ്സും അതിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. അപ്പൊ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു 60 രൂപയ്ക്ക്. അവൻ അതിൻ്റെ അടുത്ത് നിന്ന് മാറുന്നേ ഇല്ല. എനിക്ക് എന്നെ കണ്ടപ്പോൾ പേടി തോന്നി. ഇങ്ങനെ ടേംഡ് ആയിട്ട് കിടക്കുന്ന കണ്ടില്ലേ, ഇത് ഭംഗിയാ കാണാൻ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് എൻട്രൻസ് വരുന്നത്. അടുത്ത് ഇവിടെ കണ്ടോ കുറച്ച് പ്രാവുകളാണ് കാണുന്നത്. അടുത്ത് കണ്ടോ കുറച്ച് ക്യാറ്റ്സുകളാട്ടോ. ഓരോ ക്യാറ്റ്സും ഓരോ ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള ക്യാറ്റ്സുകളുണ്ട്. നമ്മുടെ എക്സ്ട്രീം കുഞ്ച് ഫേസിൻ്റെത്, അങ്ങനെ ഒത്തിരി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. വീണ്ടും നമ്മൾ സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും പ്രാവിന്റെ കളക്ഷൻസ് തന്നെയാണ്. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഓരോന്നും ഓരോ ബോക്സിലായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഞാൻ അധികം വലിച്ചു നിൽക്കില്ല, നമുക്കത് കണ്ടുകൊണ്ട് തന്നെ പോവാം. നമ്മൾ കണ്ടത് മുയലുകളാട്ടോ, കണ്ടല്ലേ രണ്ടടിലും മുയലുകൾ. അടുത്ത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക. ഇന്നാലും കറക്റ്റ് ഫേസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഉറങ്ങുന്നുണ്ട്. അടുത്ത് നമ്മൾ കണ്ട അടിപൊളി പെസൻ്റാണ്, കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാണ്ടൊക്കെ തന്നെ ഓരോന്നിങ്ങനെ സൂം ചെയ്ത് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹാംസ്റ്ററാണ് അടുത്ത് കണ്ടോ, ചെറുതാ. ഇതിൻ്റെ ഒരു കൗതുകമുണ്ട്, നമ്മുടെ ഒരു അമ്മയും കുഞ്ഞൊക്കെ ആയിട്ട് അത് വീഡിയോ അടുത്ത് വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുഞ്ഞൊരു ഹാംസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കണ്ടത് ഒരു ആൽബിനോ റേറ്റാ കേട്ടോ. ഇത് ഒരു അടിപൊളി സംഭവം. നോക്കിയേ കുഞ്ഞുങ്ങള് എത്ര എണ്ണ കിടക്കണമെന്ന് നോക്കിയേ. ഇത് ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. 4 കുഞ്ഞുങ്ങളുണ്ട്, 4 അല്ല 5 എണ്ണം ഉണ്ട്. ബാക്കിയൊക്കെ സുഖം ഉറക്കാണ്. തൊട്ടിൽ കിടക്കുന്ന ആരാന്നറിയാവോ? അടിപൊളി കണ്ടില്ലേ, ഷുഗർ ഗ്ലൈഡർ ആണ്, വൈറ്റ് ഷുഗർ ഗ്ലൈഡർ. ഓക്കെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് സൂം ചെയ്ത് നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. 2 നല്ല സുഖം ഉറക്കാം. അപ്പൊ വീണ്ടും ഞങ്ങൾ പ്രാവിന്റെ സെക്ഷനിലോട്ട് വന്നു.
അത് പലയിടത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ പലതിൻ്റെ പേരുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ പെറ്റ്സ് പ്രേമികളാണല്ലോ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കുറച്ച് കണ്ടുകൊണ്ട് പോവാം. നമ്മൾ കോഴികളുടെ സെക്ഷനിൽ പോയി കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ബ്രഹ്മ. അടിപൊളി ബ്രഹ്മകളാട്ടോ. ഇവരൊരു ചില്ലായിട്ട് ആണ് വെട്ടിക്കുന്നത്. എന്ത് സൈസാ നോക്കിയേ, നല്ല സൈസുള്ള അടിപൊളി ബ്രഹ്മക്കോഴികളാണ്. ഇതാ കണ്ടില്ലേ നമ്മുടെ സ്വന്തം ഗിനി കോഴികൾ. വൈറ്റ് ഗിനിയുണ്ട്, മറ്റേ ബ്ലാക്കിൽ പുള്ളി, അത് 2 ഐറ്റം ഉണ്ട്. പിന്നെ ഞങ്ങൾ പാറ്റിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി. കുണൂറ്, സൺകുണൂറ്, പിന്നെ പൈനാപ്പിൾ കുണൂറ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കണ്ടത് സൈൽഫിൻ്റെ ഡ്രാഗൺ കേട്ടോ. ഇതിൽ ലേബിൾ ഇരിക്കുന്ന അങ്ങനെയാണ്. ഇതിന്റെ കറക്റ്റ് പേര് അതാണോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടോ, സ്റ്റാച്ചു പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇത് അനങ്ങുന്നുണ്ട്. കുറച്ച് നോക്കി മനസ്സിലാവും. കണ്ടോ, അത് അടിപൊളിയാട്ടോ കാണാൻ. അടുത്താണ് നമ്മളിത് എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരു അടിപൊളി സ്ഥലം. ഇവിടെ എന്ന് വെച്ചാൽ പേയ്മെന്റ് ഒക്കെ ഉള്ളത്. ഇവിടെ ഇഗ്വാനയ്ക്കും മെക്കാവയ്ക്കും പിന്നെ പൈത്തോണിനൊക്കെ 100 രൂപയാട്ടോ ചാർജ് പറയുന്നത്. പിന്നെ സ്മോൾ ബേർഡ്സിനൊക്കെ 50 രൂപ. എനിക്കിത് കണ്ടിട്ട് 100 രൂപയ്ക്ക് കുറച്ച് റേറ്റ് കൂടിയെന്ന് തോന്നുന്നു. പക്ഷെ ഇത് നല്ല അടിപൊളി ടേംഡാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ വെക്കാനായിട്ട് ഒരു പ്രശ്നം. ഇതാണ് ശംഖു. കണ്ടോ, മെക്കാവയൊക്കെ എടുത്ത് വെച്ച് അവന് മെക്കാവ തന്നെ വേണോ 100 രൂപ പേയ്മെന്റ് ചെയ്ത് കേട്ടോ. പേയ്മെന്റ് ചെയ്തിട്ടാണ് അവനെ എടുത്ത് വെച്ച് കൊടുത്തത്. പക്ഷെ നല്ല ടേംഡാണ്. ശംഖു ഇങ്ങനെ സ്റ്റാച്ചു പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. ഒരു സൈഡ് മോഹൻലാലിനെ പോലെയൊക്കെ ചെരിഞ്ഞാ നിൽക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാനായിട്ട്. ഇത് വന്നിട്ട് ഫീമെയിൽ ഇഗ്വാന കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് എൻട്രി ചെയ്തപ്പോൾ ഇഗ്വാന ഉണ്ടല്ലേ, അത് വന്നിട്ട് മെയിലാണേ. അപ്പൊ ഇവിടെ കിടക്കുന്നതൊക്കെ ഫുള്ളി ടേംഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറെ സ്റ്റാളുകൾ പിന്നെ ഉണ്ട് കേട്ടോ. സൈഡുകളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ കുറേ നമുക്ക് കാണാനുണ്ട്. സ്റ്റാളുകൾ തന്നെ ഒത്തിരി ഉണ്ട്. ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പോകുന്നവരെ കയ്യിൽ കുറച്ച് ക്യാഷ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ ടോയ്സിന്റെ കളക്ഷൻസ്. ശംഖുവിനെ അറിയാമല്ലോ, കുഞ്ഞു പിള്ളേരെ കൊണ്ട് കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കുന്നു. കപ്പുകളുടെ കളക്ഷൻസ്, ഗ്ലാസുകൾ, അങ്ങനെ കുറേ ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇത് നമ്മൾ പോയത് ഫുഡ് കൗണ്ടറിലാട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചത് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജ്യൂസും സ്നാക്സും ഒക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടല്ലേ. നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് പാർക്കും പിന്നെ ഗെയിംസ് ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒത്തിരി നേരമായിട്ടോ. അതിൻ്റെ കയറിയ സമയം ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു നേരമായി. അധികമൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ നമ്മൾ പൊതുവെയൊക്കെ കാണാറില്ലേ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ എൻ്റെ ആവാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.
അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി നോക്കുക. ഫാമിലി ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എസ്പെഷ്യലി പെറ്റ് ഫ്രൈകൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എനിവേ ബൈ ബൈ.